ഇത് ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയാണ്. ഇത് ചതയ്ക്കണം, ചതക്കേ ആവാവുള്ളൂ, അരയരുത്. ഇതിൻ്റെ ഓരോ ഇതളും ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വരണം, അതേ രീതിയിൽ ചതച്ചെടുക്കണം. ഇത് ഞാൻ കല്ലിൽ വെച്ചാണ് ചതച്ചെടുത്തത്. എണ്ണ ചൂടായി ഈ ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മുരിയണം. ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കും. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ചുമന്നുള്ളിയുടെ ഓരോ ഇലകളും നന്നായിട്ട് മൂക്കണം. ഒരു ബ്രൗൺ കളർ വരണം. നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് തുടങ്ങി. ഇതിലോട്ട് നമുക്ക് 2 സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുമല്ല, ഇത് റഫായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. മുളക് വറുത്തിട്ട് ഞാനിത് പൊടിച്ചെടുത്തത്. അധികം പൊടിഞ്ഞു പോകരുത്, എന്നാൽ ചതഞ്ഞാലും പോരാ, അതേ രീതിയിൽ എടുക്കണം. ഒരു 1/2 സ്പൂൺ കൊടുത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് മല്ലിപ്പൊടി, അതുപോലെ തന്നെ റഫായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിന് എണ്ണയിൽ കിടന്ന് ഉള്ളിയുടെ കൂടെ ഒന്ന് മൂക്കട്ടെ. ഈ മുളകും മല്ലിയെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ടങ്ങ് മുരിയണം, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇതിപ്പം മുരിഞ്ഞിട്ടുണ്ട്. ഇതോട്ട് ഒരു സവാള അരച്ചതാണ്, ഒരു മീഡിയം സൈസിലും താഴെയുള്ള ഒരു സവാള. ഇത് 2 ചെറിയ തക്കാളി അരച്ചതാണ്. വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഇതെല്ലാം മൂത്തു. ഇനി ഇതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ട് ഈ മസാലയുമായിട്ട് ഈ ഇറച്ചി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതൊന്നുമല്ല. ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇത് മിക്സ് ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് ഗരം മസാല. ഇത് ചിക്കൻ മസാലയാണ്, 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ പിടിച്ചതാണ്. ഇത് കുരുമുളക് ചതച്ചതാണ്. കുരുമുളകും പൊടിയല്ല, ചതച്ചാണ് വേണ്ടത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഉള്ളിയെല്ലാം ചതച്ചെടുത്ത് കല്ല് കഴുകിയ വെള്ളമാണ്. ഇതിനകത്ത് ഇനി ഇറച്ചിയിൽ നിന്നും വെള്ളം ഇറങ്ങും. നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉപ്പ് നോക്കണം, ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം. അതുപോലെ തന്നെ എരി കുറച്ചുകൂടെ കൂടുതൽ വേണ്ടിയവർക്ക്
ഇപ്പം കുറച്ചുകൂടെ ചതച്ച മുളക് ഇരിപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം മുളക് ചതച്ചില്ലെങ്കിൽ മുളക് കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചതച്ചിടുന്നതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതല്പം പുതിനയില, ഇത് കരിയാപ്പില. ഇളക്കി ചേർക്കാം. ഇത് ഗ്രേവി ഇച്ചിരി വേണ്ടവർക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഗ്രേവി നീക്കിയെടുക്കാം. പക്ഷെ ഗ്രേവി ഇല്ലാതെ ഇതുപോലെ എടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൻ്റെ എത്രമാത്രം ടേസ്റ്റ് ആണെന്ന്. നിങ്ങളിത് എന്തായാലും ഒന്ന് ചെയ്തിട്ടില്ലാത്തവരിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോഴേ ഇറച്ചി മേടിക്കുമ്പോഴൊക്കെ വിചാരിക്കും ഇങ്ങനെ വെക്കാവുന്നു.